ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ സെൽ അഭിനവേക്ക്. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇതേപോലുള്ളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 10-12 ദിവസമായി നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിട്ട്. കാരണം ഞാൻ നിങ്ങൾക്ക് ലൈവിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു പ്രൊജക്റ്റിൻ്റെ വർക്കിലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ലോഞ്ച് എന്ന് വേണമെങ്കിൽ ഈ ഒരു വീഡിയോനെ പറയാം. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്സിയ ലേണിംഗ് എന്നുള്ളൊരു എന്താ ഒരു ടൂൾ കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബാച്ച് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ടൂൾ കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അതിൻ്റെ ഒരു ലോഞ്ച് വീഡിയോ അല്ല, ഒരു ടീസർ പോലുള്ള ഒരു വീഡിയോ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറേ ആൾക്കാർ അതിന് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്, നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ താങ്ക് യു. കുറേ മെസ്സേജ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. സോ ഇന്നാണ് അതിൻ്റെ ലോഞ്ച്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ടൂൾ കിറ്റ് അല്ലെങ്കിൽ ആ ഒരു ബാച്ച് എന്ന് പറയാൻ പറ്റത്തില്ല, ടൂൾ കിറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ആ ഒരു ടൂൾ കിറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഒട്ടും തന്നെ വലിച്ചു കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ സ്റ്റഡി വ്ളോഗ്സ് ഒന്നും നിർത്തിയിട്ടില്ല ഗൈസ്. എന്തായാലും നമ്മൾ വരുന്നതായിരിക്കും. ചിലപ്പോൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും, ചിലപ്പോൾ നാളെ ആയിരിക്കും. വിത്തിൻ 1 വീക്കിൽ നമ്മൾ കുറേ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വരും കേട്ടോ. ഒന്നും പേടിക്കേണ്ട, നമ്മൾ ഈ ഒരു വർക്കിലായതുകൊണ്ടാണ് ഇത്രയും സ്റ്റഡി വ്ളോഗ്സ് ഇടാനൊക്കെ വൈകിയത്. എന്തായാലും നമ്മൾ പറഞ്ഞ് നീട്ടിപ്പിക്കുന്നില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ വാട്ട് ഈസ് ഓക്സിയ ലേണിംഗ്? ഓക്സിയ ലേണിംഗ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഞാൻ തുടങ്ങിയൊരു സാധനമാണ്. ഇത് സാധനം മീൻസ് ഞാൻ തുടങ്ങിയൊരു സ്റ്റാർട്ടപ്പാണ്. ഇത് ഒരു സ്റ്റുഡൻറ്റിന്, അതായത് ഒരു സ്റ്റുഡൻറ്റിന് എസ്പെഷ്യലി ഞാൻ പറയാം, എനിക്കിപ്പോൾ SSLC പബ്ലിക് എക്സാമിന് മാത്സിൻ്റെ ഏകദേശം 100+ ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് പബ്ലിക് എക്സാമിന് പോകുന്നതിനേക്കാളും മുന്നേ. അത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് ഞാൻ ഇതിൽ നിന്നല്ല കേട്ടോ, അത് ഞാൻ പല റിസോഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ്. ഗൂഗിളിൽ നിന്ന് എടുത്തു, സൈലത്തിൻ്റെ പേപ്പർ എടുത്തു, പിന്നെ എവിടെ നിന്നൊക്കെയോ ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ കയ്യിലുണ്ടായ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ടാണ്. അത് എവിടെ നിന്നൊക്കെയോ തപ്പാൻ എനിക്ക് കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തലേസോടെ തപ്പിയിട്ട് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് കാരണം എനിക്ക് മാത്സിൻ്റെ പബ്ലിക് എക്സാം വളരെ ഈസി ആയിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ലെവലിലേക്ക് പോലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എത്തിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മളൊരു പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. അത് തന്നെയാണ് ഓക്സിയ ലേണിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വയ്ക്കുന്നുള്ളത്. നിങ്ങൾ പഠിക്കാനുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കും, നിങ്ങൾ അതെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതിനാണ് നമ്മുടെ ഓക്സിയ ലേണിംഗ് വന്നിട്ടുള്ളത്. വി ഗിവ് യു ഓൾമോസ്റ്റ് 5600+ ക്വസ്റ്റ്യൻ ഗൈസ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ 11th ഗ്രേഡിന് മാത്രമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ 10th-ലേക്കും 9th-ലേക്കും 12th-ലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. സോ അതിൻ്റെ പ്ലാനിങ് ഒക്കെ നടന്നുകൊണ്ടുണ്ട്. വിത്തിൻ 1 month ചിലപ്പോൾ ലോഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട്. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ആകുമ്പോൾ പറയാം. സോ ഓക്സിയ ലേണിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പല റിസോഴ്സസും ഉണ്ട്. അതായത് ഇപ്പോൾ സൈലം പോലുള്ള നല്ല നല്ല എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം, സൈലം, എക്സാമിനർ, പിന്നെന്താ എഡ്യൂപോർട്ട്, അങ്ങനെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആയാലും നമ്മുടെ സ്കൂളിലായാലും നല്ല രീതിക്ക് തന്നെ എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. അവർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളൊരു ടൂൾ കിറ്റ് എന്ന് പറയാം. ഓക്കെ, ഇത് പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഈ ഒരു ബാച്ചിൽ പഠിപ്പിക്കുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ട കുറേ ക്വസ്റ്റ്യൻസ്, ഒരു ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 150+ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതായത് 50 ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ്, 50 മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, 50 അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏകദേശം 150-ലധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ കിട്ടും. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി എന്നീ 3 ചാപ്റ്ററിലാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കറൻ്റ്ലി 11th ഗ്രേഡിൽ പഠിക്കുന്ന സയൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്തായാലും വിത്തിൻ 1 month നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്ത് ഏകദേശം എല്ലാവർക്കും കിട്ടുന്നത് പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് പിന്നീട് മനസ്സിലാവുള്ളൂ. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന 3 സബ്ജക്റ്റിൽ നിന്ന് അതിൻ്റെ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള, അതായത് കേരള SCERT ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസും വിത്ത് ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ്, അതായത് അതിൻ്റെ ആൻസേഴ്സ് മാത്രമല്ല കൊടുക്കുന്നുള്ളത്, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു പാറ്റേൺ കൂടെ നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു PDF ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ 11th ഗ്രേഡിൽ സയൻസ് സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ കറൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 10th-ത്തെ കുട്ടികൾക്ക് ഇത് ഒരുപാട് ആവശ്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വിത്തിൻ 1 month നിങ്ങളുടെ ഓണം എക്സാം ആവുന്നതിനേക്കാളും മുന്നേ ഈ ഒരു സാധനം 10th-ന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഗൈസ്. അതിൻ്റെ പ്ലാനിങ് ഒക്കെ പിന്നെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. സോ അടുത്തത് വാട്ട് ഈസ് അവർ ഫീച്ചേഴ്സ്, തെറ്റിപ്പോയി. വാട്ട് ആർ അവർ ഫീച്ചേഴ്സ്, നമ്മുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വി ഗിവ് യു
നോട്ട്സ് തരും നമ്മൾ, അതായത് PDF, അതായത് ഒരു ചാപ്റ്ററിലെ ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുകയാണെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചിട്ടുള്ള ആൾക്കാർക്കും കണ്ടിട്ടുള്ള ആൾക്കാർക്കും മനസ്സിലാവും. ഇപ്പോൾ ഒരു ബോർഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതൊക്കെ കുറച്ചൊരു കടുകട്ടിയായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ പെർഫെക്റ്റ്ലി മെയ്ഡ് നോട്ട്സ് തരും. അതായത് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സും മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു നോട്ട് നമ്മുടെ ടൂൾ കിറ്റിൽ അവൈലബിൾ ആണ്. അത് ഒരു PDF ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. പിന്നീട് ഉണ്ടാവുക നമ്മുടെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് 50 എണ്ണം ഉണ്ടാവും, മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് 50 എണ്ണം ഉണ്ടാവും, പിന്നെന്താ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് 50 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നുള്ളത്. ഇനിയും ഇത്രയും ഫീച്ചേഴ്സ് മാത്രമല്ല കേട്ടോ, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയില്ല. നമ്മളെന്തായാലും ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും ഫീച്ചേഴ്സ് മാത്രമല്ല, ഒരുപാട് പ്ലാനിങ് നടക്കുന്നുണ്ട്. ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതുകൊണ്ട് വിത്തിൻ 1 month നമ്മുടെ ബാച്ച് ഇതായിരിക്കില്ല, നമ്മൾ എന്തായാലും അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ നമ്മളതിൻ്റെ പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട്. സോ ഇപ്പം നമുക്ക് കറൻ്റ്ലി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് കിട്ടും. 11th ഗ്രേഡിൽ ടോട്ടൽ 5600+ ക്വസ്റ്റ്യൻസ് വിത്ത് സൊല്യൂഷൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ടൂൾ കിറ്റിലൂടെ കിട്ടുക. പിന്നെ നോട്ടും കിട്ടും, ഓരോ ചാപ്റ്ററിൻ്റെ നോട്ടും കിട്ടും. പിന്നെ ചില ചാപ്റ്റേഴ്സിനൊക്കെ, അതായത് ഇപ്പോൾ ഒരു ഹില്ലായ അതിന് കയറ്റം ഉണ്ടാവും ഇറക്കം ഉണ്ടാവില്ല, അതുപോലെ ഇതിന് പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നുള്ളത് ഈ ഒരു ബാച്ചിൻ്റെ തന്നെ കേട്ടോ, അത് എനിക്ക് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു സ്റ്റുഡൻറ്റ് നമ്മളെ വിശ്വസിച്ച് എടുക്കുമ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് വേണം അത് എടുക്കാൻ. എനിക്കൊരു ഇതിൻ്റെ ഒന്നുമില്ല കിട്ടുന്നില്ല, പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞുതരാം. ചില ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചില ചാപ്റ്റേഴ്സിലൊന്നും ആ ഒരു സാധനം വന്നിട്ടില്ല. ഡയഗ്രാം ഗ്രാഫൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതെന്തായാലും നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നമ്മളെന്തായാലും നമ്മൾ അപ്ഡേറ്റിംഗ് ആണ്, മെല്ലെ മെല്ലെ അപ്ഡേറ്റ് ആയിക്കൊണ്ട് വരുന്നുണ്ട്. സോ ഗിവ് us some ടൈം, നമ്മളെന്തായാലും അതും ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. സോ ഇപ്പോൾ കറൻ്റ്ലി ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് കുറവാണ്. നമ്മളെന്തായാലും അത് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റാക്കുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി 5600+ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മളെന്തായാലും അതൊരു നല്ല രീതിക്ക് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തിനാ ബ്രോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഫസ്റ്റ്ലി എൻ്റെ 10th ഒരു കഥ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴേ നമ്മുടെ ലെവല് നമ്മൾ പൊന്തിച്ച് വരുള്ളൂ ഗൈസ്. അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. പിന്നീട് നമ്മുടെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു. ഇനി നമ്മുടെ അപ്കമിങ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ 10th വേണ്ടിയിട്ട് ബാച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. 11th കൊമേഴ്സ് സ്റ്റുഡൻസിനും 11th ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് ബാച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. പിന്നെ 9th സ്റ്റുഡൻസിനും 8th സ്റ്റുഡൻസിനും നോക്കുന്നുണ്ട്. അത് നമ്മുടെ ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം 10th 11th 12th ആണ് മെയിനായിട്ട് വെക്കുന്നുള്ളത്. അപ്പോൾ ഇത് മൂന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ 9th 8th ഇറക്കുന്നുണ്ടാവും. സോ ഡോണ്ട് വറി യു ഗൈസ്. അപ്പോൾ എനിക്കറിയാം കുറേ 9th 10th സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, നമ്മൾ മാക്സിമം ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരുപാടധികം ഫീച്ചേഴ്സ് വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നമ്മൾ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ അഭിനവേക്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഓക്സിയ ലേണിങ്ങിൻ്റെ അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ഒന്ന് ഓക്സിയ ലേണിങ്ങിൻ്റെ യൂട്യൂബ് ചാനലാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുക. പിന്നെ ഒന്ന് ഓക്സിയ ലേണിങ്ങിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുക. പിന്നൊന്ന് ഓക്സിയ ലേണിങ്ങിൻ്റെ വാട്സപ്പ് ചാനലാണ്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു 3 സാധനത്തിലായിരിക്കും നമ്മുടെ അപ്കമിങ് ഫീച്ചേഴ്സൊക്കെ, അതായത് 10th പിന്നെ നീറ്റ് JEE ബാച്ചൊക്കെ റിലീസ് ചെയ്താൽ നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പോൾ നീറ്റ് JEE ബാച്ചൊക്കെ നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ എല്ലാം ഒരാൾക്ക് ടെൻഷൻ വേണ്ട, നമ്മളെന്തായാലും എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ്. ഇപ്പോൾ കറൻ്റിൽ ഉണ്ടായ ഫീച്ചേഴ്സും ഇനി വരുന്ന ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിനെ കുറിച്ചുള്ള ഏകദേശം ഡൗട്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഉണ്ടാകുന്ന ഒരു മെയിൻ ഡൗട്ടായിരിക്കും, ഇത് ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടതാണോ, ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്രയാണ് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബേസിക്കലി ഇതൊരു ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ഒരു ടൂൾ കിറ്റാണ്.
നമ്മളുടെ ഒരു മെയിൻ മോട്ടോ എന്ന് പറയുന്നത് എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. കാരണം ഏറ്റവും ചെറിയൊരു പ്രൈസ് റേഞ്ചിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഫസ്റ്റ് തന്നെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞാനിത് നമ്മുടെ ഈ ഒരു ടൂൾ കിറ്റ് ഞാൻ കുറേ ആൾക്കാർക്ക്, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറേ ആൾക്കാർക്ക് ഞാനിത് അയച്ചു കൊടുത്തു. അവരോട് ചോദിച്ചു എനിക്ക് ഏകദേശം എത്ര ഒരു എമൗണ്ട് വെക്കാന്നൊക്കെ ചോദിച്ചപ്പോൾ അവരൊരു എമൗണ്ട് പറഞ്ഞു. അതിൻ്റെയൊക്കെ എത്രയോ താഴെയാണ് ഞാനിപ്പം ഒരു എമൗണ്ട് വെച്ചിട്ടുള്ളത്. കാരണം ആ ഒരു എമൗണ്ട് ഒന്നും ചിലപ്പോൾ എല്ലാവരുടെയും എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ഒരേപോലെ ആണെന്നില്ലല്ലോ. എനിക്കറിയാം, അത് എനിക്ക് വളരെ നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എമൗണ്ട് വെച്ചിട്ടുള്ളത്. എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 399 അല്ലെങ്കിൽ 399 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ടൂൾ കിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബാച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു എമൗണ്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 399 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സ് മാത്രമല്ല, ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഫീച്ചേഴ്സ് മാത്രമല്ല, ഇനി വരുന്ന ഫീച്ചേഴ്സും കൂടെ നമ്മൾ എനേബിൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴേ കൂടിയാൽ ചിലപ്പം അതിൽ നല്ലതായിരിക്കും കേസ്. ഇനി വേറെ പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു +1 ഈ ഒരു ബാച്ച് എടുത്തുവെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ജെയിൻ്റെ ടൂൾ കിറ്റ് എടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ജെയുടെ അല്ലെങ്കിൽ നീറ്റിൻ്റെ ടൂൾ കിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു +1 ടൂൾ കിറ്റിൽ നിന്നുള്ള എമൗണ്ട് റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ജെയുടെ ടൂൾ കിറ്റിൻ്റെ പൈസ എടുക്കുന്നുള്ളത്. അതായത് 500 രൂപയാണ് ജെയുടെ ടൂൾ കിറ്റിനുള്ളതെങ്കിൽ നിങ്ങൾ ഓൾറെഡി 11th ടൂൾ കിറ്റിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ ജെയുടെ ടൂൾ കിറ്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു 11th പ്രൈസ് ഡിക്രീസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു ബാച്ചും കൂടെ കൊടുക്കുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് ഈ ഒരു സാധനം പർച്ചേസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം നമ്മളിത് വേറൊരു സാധനം കൂടെ പറയാൻ മറന്നുപോയി. ഇത് നമ്മൾ പ്യുവർ NCERT ബേസ്ഡ് ആയിട്ടാണ് ഗൈസ് ഇറക്കിയിട്ടുള്ളത്. സോ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനൊക്കെ മാറിക്കൊണ്ട് വരികയാണ്. അതായത് ഇപ്പോൾ 11th കഴിഞ്ഞ കൊല്ലം 11th 12th മാക്സിമം ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽസൊക്കെ കൂട്ടിയിട്ടുണ്ട്. മാക്സിമം NCERT ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം NCERT ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മളുടെ ഇതിലും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവോയ്ഡ് ആക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് JEE നീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അത് വളരെ യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയാം. കുറച്ച് അവോയ്ഡ് ആക്കിയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ബോർഡിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ JEE ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് കൂടെ സോൾവ് ചെയ്താൽ അത്രയ്ക്കും നല്ലതായിരിക്കും. പിന്നെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്രയ്ക്കും ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഈ ഒരു 3 സെറ്റ് ബേസിക്, മോഡറേറ്റ്, അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 3 സെറ്റ്, അതായത് 150 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. കാരണം ഒരുപാട് റിവ്യൂസ് ഇപ്പം തന്നെ വന്നിട്ടുണ്ട് നമുക്ക്. ആൻഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു അവസരം കൂടെ ഞാൻ ഒരുക്കുന്നുണ്ട്. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നമ്മുടെ ഈ ഒരു ടൂൾ കിറ്റിൻ്റെ ഫ്രീ സാമ്പിൾസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് മാത്രമേ നിങ്ങളിത് പർച്ചേസ് ചെയ്യാമെന്ന് എനിക്ക് അറിയാൻ എനിക്കൊരു എന്താ പറയുക, വാക്ക് കിട്ടുന്നില്ല അത്ര തന്നെ. നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് മാത്രം ഈ ഒരു ടൂൾ കിറ്റ് പർച്ചേസ് ചെയ്യുക, അതെനിക്ക് നിർബന്ധമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യുക. അതിൻ്റെയൊക്കെ ഫ്രീ സാമ്പിൾസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ബാച്ച് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് 11th മുഴുവൻ സബ്ജക്റ്റിൻ്റെയും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, പിന്നെ വാട്സപ്പിലായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പേജസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ 10th റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ അറിയിക്കും. സോ ഇനി നിങ്ങൾക്ക് വരുന്നൊരു ഡൗട്ടായിരിക്കും, എങ്ങനെ നമുക്ക് ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു ടൂൾ കിറ്റ് പർച്ചേസ് ചെയ്യാം. സോ ഈ ഒരു ടൂൾ കിറ്റിൻ്റെ പേര് ഓക്സിയ ലേണിംഗ് വാൾട്ട് ഓഫ് വിദ്യ എന്നാണ്. വാൾട്ട് ഓഫ് വിദ്യ. ഓക്കെ, വാൾട്ട് ഓഫ് വിദ്യ ബാച്ച് പർച്ചേസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ വാൾട്ട് ഓഫ് വിദ്യ ടൂൾ കിറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഒരു നമ്പർ കൊടുക്കാം. ഇവിടെ ആയിട്ട് ഒരു നമ്പർ വരുന്നുണ്ടാവും, 977785404007 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അതിനുശേഷം അതിൽ നിങ്ങൾ അഡ്മിഷൻ എന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, അതിൽ അഡ്മിഷൻ എന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ബാക്കി ചെയ്യേണ്ട പ്രോസസ്സൊക്കെ നിങ്ങൾക്കതിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ ഗൂഗിൾ പേ ത്രൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം ത്രൂ ആയിരിക്കും നിങ്ങൾ പേയ്മെൻറ്റ് നടത്തേണ്ടതുണ്ടാവുക. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 399 ആണ് നമ്മുടെ ടൂൾ കിറ്റിൻ്റെ പ്രൈസ് വരുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ
ഇത്ര തന്നെയാണ്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, oxialearning.udo.com എന്നാണ് നമ്മുടെ സൈറ്റ് അഡ്രസ്. സോ സൈറ്റിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാ ഡൗട്ട്സും ഈ ഒരു സംഭവത്തിൽ തന്നെ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മളവിടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. എല്ലാവരും നമ്മുടെ ടൂൾ കിറ്റ് ഇഷ്ടപ്പെട്ട പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഞാൻ നിങ്ങളുടെ ഓക്സിയ ലേണിംഗ് വാൾട്ട് ഓഫ് വിദ്യയിലേക്ക് നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ കുറേ യൂട്യൂബേഴ്സൊക്കെ ഓൾറെഡി പർച്ചേസ്ഡ് ആണ് നമ്മുടെ ബാച്ചൊക്കെ. അപ്പോൾ കുറേ യൂട്യൂബേഴ്സ് മീൻസ് കുറച്ച് 11th പഠിക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സിനൊക്കെ നമ്മൾ ഓൾറെഡി ഈ ഒരു ബാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കറൻ്റ്ലി. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ബാച്ച് യൂസ് ചെയ്യാനുള്ള ലോഞ്ച് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ച് ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കേണ്ട. 399 എന്ന പ്രൈസിലാണ് നമ്മളിപ്പോൾ സെല് ചെയ്യുന്നുള്ളത്. അപ്പോൾ താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. നിങ്ങളുടെ അഡ്മിഷൻ സീറ്റൊക്കെ ഉറപ്പ് വരുത്തുക. സാമ്പിൾസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 3 സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ് ഗൈസ്. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ താഴെ പറഞ്ഞ നമ്പറിലേക്ക് മെസ്സേജ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിവേസ് നമുക്ക് ഇനിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുള്ളത് ഞാൻ പറഞ്ഞ ഈ ഒരു 3 പ്ലാറ്റ്ഫോംസിലായിരിക്കും, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്. അപ്പോൾ ആ ഒരു ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ഇത്ര തന്നെയാണ് നമ്മുടെ ഈ ഒരു ലോഞ്ചിൽ കാര്യങ്ങൾ പറയാനുള്ളത്. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നമ്മുടെ ഓക്സിയ ലേണിംഗിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. വാൾട്ട് ഓഫ് വിദ്യയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. 10th കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉടനെ തന്നെ വിത്തിൻ 1 month, അതായത് നമ്മുടെ ഓണം എക്സാംസിന് തുടങ്ങുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ വി വെൽക്കം യു ഓൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യുക. 399 എന്ന പ്രൈസിൽ അവൈലബിൾ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ദിസ് ഇസ് മീ അഭിനവ് AK. അപ്പോൾ അടുത്തൊരു സ്റ്റഡി വ്ളോഗുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.